നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലന്റെയും എല്ലാം കൂടി അടിപൊളി. നീ പറഞ്ഞപ്പോൾ ഒന്നുമില്ല. ചീറ്റിപ്പോയി. മൊത്തത്തിൽ കേടാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? നമ്മളിന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ പല്ല് തേച്ചു, 9:30 എഴുന്നേറ്റു. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇന്ന് കഴിക്കാം. അടുത്ത ബ്രേക്ക്ഫാസ്റ്റാണ് എടുക്കാം. നമുക്കിന്ന് അപ്പമാണ് ഉള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലി പോസ്റ്റേഴ്സ്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻട്രോ എടുത്തത് ഇത്തിരി താമസിച്ചു പോയി. 12 മണിക്കാണ് എടുത്തത്. അപ്പോൾ നമുക്ക് നാളെ തന്നെ നമ്മൾ ഇടും. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. മറിക്കാം. നമുക്ക് മാങ്ങ 2 കിട്ടിയിട്ടുണ്ട്. ഒന്ന് കുറച്ചിട്ടപ്പോൾ ഒന്നും കൂടെ വീണതാണ്. നമുക്ക് കൊണ്ടുവെക്കാം. നമ്മൾ വിചാരിച്ച് വെറുതെ ഇരിക്കല്ലേ, അപ്പം പപ്പായ കട്ട് ചെയ്തിരിക്കാന്ന് വിചാരിച്ചു. കട്ട് ചെയ്തു. നല്ല പപ്പായാണ്, വീട്ടിൽ തന്നെ ഉള്ള പപ്പായാണ്. അമ്മ കൃഷിക്കാരിയാവട്ടെ. പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല നമുക്ക് പഴുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഗൈസ്, നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. നമുക്ക് ചോറ് കഴിക്കാം. ഗൈസ്, നല്ല അടിപൊളി ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാണ്. കൂടെ അച്ചാറുണ്ട്, സലാഡുണ്ട്. കഴിച്ചു നോക്കാം. അടിപൊളി. അപ്പോൾ ഈവനിങ്ങിലത്തെ ചായയാണ് ക്യാമറാമാൻ ഇട്ടത്. നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. കൂടെ ഡാർക്ക് ഫാൻസിയുടെ ബ്രാൻഡ്.
വിചാരിച്ചു വെറുതെ പള്ളിക്കലോട്ട് നമുക്കൊന്ന് വെറുതെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ധന്യ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. സാധനം കുറച്ച് വീട്ടിൽ സാധനങ്ങളാണ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വൈകുന്നേരം ആയപ്പോൾ കാറ് കഴുകാമെന്ന്. കാറ് ഭയങ്കര അഴുക്കായിട്ട് കിടക്കുന്നു. നമുക്ക് കഴുകാം. വണ്ടി എഴുതുന്ന വീഡിയോ ആയിട്ട് തരാം. പ്രത്യേകിക്കുന്ന നമ്മളപ്പോൾ കഴിഞ്ഞു. വണ്ടി അങ്ങോട്ട് ബേക്കിലോട്ട് ഇതാക്കാൻ പോവാണ്. കുട്ടപ്പനായിട്ട് കഴുകി കളഞ്ഞു ഗൈസ്. ഷെഡിലോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട് വണ്ടി. അപ്പം ഗൈസ് എനിക്ക് രാത്രി ആയപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു 2 മാങ്ങ എടുത്തിട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള സാധനമായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നുകൂടെ ഉണ്ടാക്കാം. മാങ്ങയുടെ സീസണൊക്കെ അല്ല, വെച്ച് ഉണ്ടാക്കാം. ഇപ്പം ഗൈസ് നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. ഇത് കേടാണ് ഗൈസ്. ഇതുണ്ടോ? കേടാണ്. ഉണ്ടോ? നമ്മൾ ചെത്തി എടുക്കാൻ പറ്റും. ചീറ്റിപ്പോയി. ഇത് മൊത്തത്തിൽ കേടാണ്. ഞാൻ വിചാരിച്ചത് ഇവിടെ ചെത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് മാറുമെന്നാണ്. പക്ഷെ ഇത് മൊത്തത്തിൽ കേടാണ്. 2 സൈഡും കട്ട് ചെയ്തപ്പോഴത്തേക്കും മൊത്തത്തിൽ കേടാണ്. വേറെ ഏതെങ്കിലും മാങ്ങ കിട്ടുമോ നോക്കാം. ഇതും കേടാണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്തൊരിത് ഇങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ഗായ്സ് മാങ്ങ ചീറ്റിപ്പോയില്ല. നമ്മൾ മാവിൽ പോയി പുതിയ മാങ്ങ പറിച്ചുകൊണ്ട് വന്നു ഗായ്സ്. നമുക്കിത് കട്ട് ചെയ്യാം. ഗായ്സ് കട്ട് ചെയ്യാൻ സഹായിക്കുന്നത് വല്യമ്മയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ചുരണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോപ്പറിലിട്ട ഇതാക്കിയ സവാള ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ റെഡിയായി ഇരിക്കുകയാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ക്ഷീണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചെന്നെ ഫോൺ കുത്താം. അപ്പം നൈറ്റായി. അപ്പം നമുക്ക് ബിരിയാണിയുടെ ഉച്ചക്കലത്തെ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരമായി 9:30 ആയപ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, അടിപൊളിയല്ലേ ബിരിയാണി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കുള്ള ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിക്കുക. ബൈ.